Hello everyone. CUT-ലെ ഏതൊക്കെ എക്സാംസ് ആണ് നമ്മൾ എഴുതേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ പേപ്പേഴ്സ് ആണ് എക്സാമിന് ഉണ്ടാകുക ഇങ്ങനൊരു കൺഫ്യൂഷനിലാണോ നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ ആ ചോദ്യങ്ങളുടെ ആൻസറുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല നിങ്ങൾക്ക് ഒരു ബിഗ് സർപ്രൈസ് കൂടി പറഞ്ഞു തരാനുണ്ട്. സോ എല്ലാവരും ഫുൾ ആയിട്ട് ഈ വീഡിയോ ഒന്ന് കാണുക, അവസാനം വരെ കാണുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഇൻഫർമേഷൻസ് എല്ലാം പാസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഏതൊക്കെ എക്സാംസ് ആണ് നമ്മുടെ CUT-ക്ക് എഴുതേണ്ടത് എന്നതായിരിക്കും ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ അല്ലേ. നമുക്ക് പ്രധാനമായിട്ടും 3 പേപ്പേഴ്സ് ആണുള്ളത്. ഒന്നാമത് നമ്മുടെ ഡൊമൈൻ പേപ്പർ എന്ന് പറയും. ഡൊമൈൻ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സബ്ജക്റ്റ് ആണോ നിങ്ങൾ അടുത്ത ഡിഗ്രി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ സബ്ജക്റ്റിനെയാണ് നമ്മൾ ഡൊമൈൻ സബ്ജക്ട് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നിങ്ങൾ മാത്സിലാണ് നിങ്ങൾ ഡിഗ്രി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഡൊമൈൻ സബ്ജക്ട്. അല്ല നിങ്ങൾ ഫിസിക്സിലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഡൊമൈൻ സബ്ജക്ട്. സോ ഏതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഏതിലെയാണോ നിങ്ങൾ ഡിഗ്രി സ്പെഷ്യലൈസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദാറ്റ് ഈസ് യുവർ ഡൊമൈൻ സബ്ജക്ട്. രണ്ടാമത്തെ പേപ്പർ എന്ന് പറയുന്നത് നമ്മുടെ ലാംഗ്വേജ് പേപ്പർ ആയിരിക്കും. മൂന്നാമത്തെ എന്ന് പറയുന്നത് നമ്മുടെ ജനറൽ ടെസ്റ്റ് ആയിരിക്കും. അതിനകത്ത് ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻസും ഒക്കെ വരുന്നതാണ് ഈ ജനറൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത്രയും പേപ്പേഴ്സ് ആണ് ജനറൽ ഡിഗ്രി കോഴ്സസ്, അതായത് നമ്മുടെ സാധാരണ ഡിഗ്രിക്ക് 3 ഇയർ 4 ഇയർ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവർ എഴുതേണ്ട പേപ്പേഴ്സ്. അതേസമയം BSc അഗ്രികൾച്ചറോ ഓർ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളോ അലീഡ് കോഴ്സസ് എന്ന് പറയും. അങ്ങനെയുള്ള ഒരു 11ഓളം കോഴ്സുകളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് ആകെ ഒരേ ഒരു പേപ്പർ മാത്രമാണ്, അത് ഡൊമൈൻ പേപ്പർ മാത്രമാണ്. അവിടെ ലാംഗ്വേജും നിങ്ങൾ എഴുതേണ്ട കാര്യമില്ല, ജനറൽ ടെസ്റ്റും എഴുതേണ്ട കാര്യമില്ല. ആ ഡൊമൈനിൽ നിങ്ങൾ 3 സബ്ജക്റ്റ് നിർബന്ധമായിട്ടും എഴുതിയിട്ടുണ്ടായിരിക്കണം: ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. സോ ഡൊമൈനിൽ ഈ 3 സബ്ജക്റ്റിന്റെയും പേപ്പേഴ്സ് ആണ് നിങ്ങൾ എഴുതേണ്ടത്. അത് നിർബന്ധമായും എഴുതിയേ പറ്റൂ. ഓക്കെ, അതുപോലെ നിങ്ങൾ ICAR ത്രൂ നിങ്ങൾ ഈ പറയുന്ന അഗ്രികൾച്ചർ കോഴ്സ് ആണ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു കാര്യം ഞാൻ ഒന്നുകൂടി എടുത്തു പറയുന്നു, ഒരു കാര്യം നിങ്ങൾ മറക്കാനേ പാടില്ല. യൂണിവേഴ്സിറ്റി നെയിമിനകത്ത് ICAR ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചർ റിസർച്ച് ഇത് നിങ്ങൾ ഉറപ്പായിട്ടും സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകണം. അതർവൈസ് നിങ്ങൾക്ക് PCB നിങ്ങൾ കോമ്പിനേഷൻ എഴുതിയെന്ന് പറഞ്ഞിട്ട് പോലും അഡ്മിഷൻ ലഭിക്കില്ല. അപ്പോൾ ഡൊമൈൻ സബ്ജക്ട് PCB എഴുതുകയും വേണം, യൂണിവേഴ്സിറ്റി നെയിമിനകത്ത് ICAR സെലക്ട് ചെയ്ത് കൊടുക്കുകയും വേണം. സോ ഇതാണ് നിങ്ങൾ ഒരു അഗ്രികൾച്ചറിന് ആഗ്രഹിക്കുന്നെങ്കിൽ സെലക്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഒരു വലിയ ന്യൂസ് അല്ലെ ബിഗ് സർപ്രൈസ് നിങ്ങളോട് പറയാനുള്ളത്, ആസ് പെർ യുവർ റിക്വസ്റ്റ് നിങ്ങൾ ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് നമ്മുടെ ICAR-ന്റെ അല്ലെങ്കിൽ നമ്മുടെ CUT-യുടെ എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, സൈലത്തിന്റെ കോഴ്സ് എന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിനൊരു ബിഗ് അനൗൺസ്മെന്റ് നിങ്ങൾക്ക് ഈ മാസം തന്നെ ലഭിക്കാൻ പോവുകയാണ്. സോ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. ആ സർപ്രൈസ് ന്യൂസുമായിട്ട് ഉടനെ ഞാൻ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.